സ്നേഹബന്ധനം. ഈ ശബ്ദപരിധിക്കുള്ളിൽ ഞങ്ങളെ അടുത്തുമകലയുമായി ശ്രമിക്കുന്ന ദേശനിവാസികൾക്ക് യേശുക്രിസ്തുവിൽ കൂടി ലഭ്യമാകുന്ന നിത്യമായ സുവിശേഷത്തെക്കുറിച്ച് കേൾക്കുവാനുള്ള ഒരു സുവർണാവസരമാണ്. ലോകത്തിലുള്ള വിവിധ സംഭവങ്ങൾ വളരെ ഭയത്തോടെയാണ് നമ്മൾ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. പത്രമാധ്യമങ്ങളിൽ കൂടി നിരവധി ഞെട്ടിപ്പിന്റെ വാർത്തകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസത്തെയും ദിനപത്രങ്ങളും ദൃശ്യമാധ്യമങ്ങളും നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ നിശ്ചയമായും നമ്മെ ഭയപ്പെടുത്തുന്ന വസ്തുതകളാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഒരു ദയയും കരുണയുമില്ലാതെ മനുഷ്യനെ അരുംകൊല ചെയ്യുന്ന ഒരു വല്ലാത്ത കാലഘട്ടം, അക്രമവും അനീതിയും കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യം, മനുഷ്യൻ സ്വസ്നേഹികളായി തീർന്ന് എന്തിനും ഏതും ചെയ്യാൻ കഴിയുന്ന ഒരു വല്ലാത്ത കാലഘട്ടം, മാതാപിതാക്കളെ അനുസരിക്കാതെ പാപത്തിന്റെ അടിമത്തത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു വല്ലാത്ത കാലഘട്ടം. ഈ സാഹചര്യത്തിൽ വിശുദ്ധ വേദപുസ്തകത്തിന് നിശ്ചയമായും ഒരു പ്രസക്തിയുണ്ട്. വിശുദ്ധ ബൈബിളിലെ സന്ദേശത്തിന് നിശ്ചയമായും വലിയ പ്രസക്തിയുണ്ട്. ഞങ്ങൾ ഇവിടെ സുവിശേഷം പ്രസംഗിക്കുന്നത് ഈ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം വരുത്തുന്ന സന്ദേശവുമായിട്ടാണ്. എന്താണ് സുവിശേഷം എന്ന് ചോദിച്ചാൽ, സുവിശേഷം എന്നത് ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, ഇതാകുന്നു ഞങ്ങളുടെ സുവിശേഷം. ഞങ്ങൾ പ്രസംഗിക്കുന്ന സുവിശേഷം എന്താണ്? അത് യേശുക്രിസ്തുവിന്റെ ജനനമാണ് സുവിശേഷം എന്നുള്ളത്. ഞങ്ങൾ പ്രസംഗിക്കുന്ന സുവിശേഷം എന്താണ്? യേശുക്രിസ്തുവിന്റെ നിസ്തുല്യമായ ജീവിതമാണ് സുവിശേഷം എന്നുള്ളത്. ഞങ്ങൾ പ്രസംഗിക്കുന്ന സുവിശേഷം എന്താണ്? യേശുക്രിസ്തുവിന്റെ അടക്കവും ഉയർത്തെഴുന്നേൽപ്പുമാണ് സുവിശേഷം എന്നുള്ളത്. ഞങ്ങൾ പ്രസംഗിക്കുന്ന സുവിശേഷത്തിന്റെ പ്രത്യേകത യേശുക്രിസ്തുവിന്റെ സ്വർഗാരോഹണമാണ് സുവിശേഷം എന്നുള്ളത്. ഞങ്ങൾ പ്രസംഗിക്കുന്ന സുവിശേഷത്തിന്റെ പ്രത്യേകത യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവാണ് സുവിശേഷം എന്നുള്ളത്. ഈ സന്ദേശമാണ് ഈ പ്രഭാതത്തിൽ ഞങ്ങൾ നിങ്ങളുമായി പങ്കിടുന്നത്. യേശുക്രിസ്തുവിന്റെ ജനനം 2000-ലധികം വർഷങ്ങൾക്ക് മുമ്പ് ഈ താണ ലോകത്തിലേക്ക് കർത്താവായ യേശുക്രിസ്തു ജന്മമെടുത്തു. വിശുദ്ധ വേദപുസ്തകം പറയുന്നു, അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണം എന്ന് വിചാരിക്കാതെ ഈ താണ ഭൂമിയിലേക്ക് ഒരു മനുഷ്യനായി അവതരിച്ചു എന്നുള്ളതാണ് യേശുക്രിസ്തുവിന്റെ നിസ്തുല്യമായ ജനനത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. പുരുഷന്റെ ഇഷ്ടത്താലല്ല യേശു ഈ ഭൂമിയിലേക്ക് വന്നത്. യേശു ഈ ഭൂമിയിലേക്ക് വന്നത് സ്ത്രീയുടെ സന്തതിയായി യേശു ഈ ഭൂമിയിലേക്ക് വന്നു. തികച്ചും ഒരു കന്യകാ ജനനമായിരുന്നു യേശുവിന്റേത്. പാപമില്ലാത്ത കർത്താവ്, പരിശുദ്ധനായ ദൈവം, പവിത്രനും നിർദോഷനും നിഷ്കളങ്കനും പാപികളിൽ നിന്ന് വേർപെട്ടവനും സ്വർഗത്തെക്കാൾ ഉന്നതനുമായി തീർന്ന കർത്താവായ യേശുക്രിസ്തു മനുഷ്യകുലത്തിന്റെ പാപത്തെ രക്ഷിപ്പാൻ സകല മനുഷ്യരും പാപികളായിരിക്കുമ്പോൾ നീതിമാന്മാർ ആരുമില്ല, ഒരിക്കൽ പോലുമില്ല, സകലരും പാപം ചെയ്ത് ദൈവത്തിന്റെ തേജസ് നഷ്ടമാക്കി കളഞ്ഞു എന്ന് വിശുദ്ധ ബൈബിൾ നമ്മെ പഠിപ്പിക്കുമ്പോൾ, അല്ല എല്ലാ മതഗ്രന്ഥങ്ങളും മനുഷ്യൻ പാപിയാണ് എന്നുള്ള സത്യം പഠിപ്പിക്കുമ്പോൾ, മനുഷ്യരെ രക്ഷിപ്പാൻ ഒരു മാർഗവും ഇല്ലാതിരിക്കുമ്പോൾ, ഒരു മതത്തിനും കഴിയാതിരിക്കുമ്പോൾ, ഒരു തത്വസംഹിതകൾക്കും മനുഷ്യനെ രക്ഷിപ്പാൻ കഴിയാതിരിക്കുമ്പോൾ, ഒരു സാമൂഹിക നേതാക്കന്മാർക്കും മനുഷ്യരെ രക്ഷിപ്പാൻ കഴിയാതിരിക്കുമ്പോൾ, മനുഷ്യരെ രക്ഷിപ്പാൻ വേണ്ടി കർത്താവായ യേശുക്രിസ്തു ഒരു സ്ത്രീയുടെ സന്തതിയായി ഈ ഭൂമിയിലേക്ക് ജന്മമെടുത്തു. യേശുക്രിസ്തുവിന്റെ ജനനം നൂറ്റാണ്ടുകൾക്ക് മുൻപ്
പ്രവചിച്ച പ്രവചനമാണ്. 1400 വർഷങ്ങൾക്ക് മുമ്പ് യേശുവിനെ കുറിച്ച് യേശു ജനിക്കുന്നതിന് മുന്നമേ പ്രവചിച്ചു. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, അവൻ അത്ഭുത മന്ത്രിയാണ്, വീരനാം ദൈവമാണ്, സത്യ ദൈവമാണ്, നിത്യപിതാവാണ്, ആധിപത്യം അവന്റെ തോളിലിരിക്കും. യേശുവിന്റെ ജനനത്തിന് 1500 വർഷങ്ങൾക്ക് മുമ്പ് ജനിച്ചു പ്രസംഗിക്കുവാനിടയായി തീർന്നു. യേശു എവിടെ ജനിക്കുമെന്നുള്ളത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവചിച്ചു. നസറേത്തിലെ ബേത്ലഹേമിൽ കർത്താവ് ജനിക്കും. യേശു ആരുടെ സന്തതിയായി ജനിക്കും, എപ്പോഴായിരിക്കും യേശുവിന്റെ ജനനമെന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പ് പ്രവചിച്ചു പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ യേശുവിന്റെ ജനനം എന്നുള്ളത് ആർക്കും സാമ്യപ്പെടുത്തുവാൻ കഴിയാത്ത ജനനമാണ്. യേശുവിന്റെ ജനനം ആർക്കും തുല്യം ചെല്ലുവാൻ കഴിയാത്ത ജനനമാണ്. വളരെ വ്യത്യസ്തമായ ഒരു ജന്മമായിരുന്നു കർത്താവിന്റേത്. അതുകൊണ്ടാണ് ഞങ്ങൾ പ്രസംഗിക്കുന്ന സുവിശേഷത്തിന് ഇത്രമാത്രം പ്രസക്തിയുള്ളത്. യേശു ക്രിസ്തുവിന്റെ ജനനമാണ്, നിസ്തുല്യമായ ജനനമാണ് ഞങ്ങൾ പ്രസംഗിക്കുന്ന സുവിശേഷം എന്നുള്ളത്. 33 വർഷം ഈ ഭൂമിയിൽ കർത്താവുണ്ടായിരുന്നു. നിരവധി അത്ഭുതങ്ങളും അടയാളങ്ങളും കർത്താവ് ചെയ്തു. കുരുടന് കാഴ്ച കൊടുത്തു, ചെകിടന് കേൾവി കൊടുത്തു, കുഷ്ഠരോഗികളെ കർത്താവ് സൗഖ്യമാക്കി, മുടന്തനെ നടക്കുമാറാക്കി, നിരവധി മരിച്ചവരെ കർത്താവ് ഉയർത്തെഴുന്നേൽപ്പിച്ചു. അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും കർത്താവ് ചെയ്തു. പലസ്തീന്റെ മണ്ണിലൂടെ നിരവധി യാത്രകൾ കർത്താവ് ചെയ്തു. ഒരു പാപം പോലും യേശു കർത്താവ് ചെയ്തില്ല. എല്ലാവരോടും സൗമ്യമായി ഇടപെട്ടു, എല്ലാവരോടും കരുണ കാണിച്ചു. യേശുവിനോടൊപ്പം സ്ത്രീകൾ യാത്ര ചെയ്തു, കുഞ്ഞുങ്ങൾ യാത്ര ചെയ്തു, പുരുഷന്മാർ യാത്ര ചെയ്തു. തികച്ചും സകലർക്കും മാതൃകയായ ഒരു ജീവിതമാണ് കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ കാഴ്ചവെച്ചത്. ഈ ശബ്ദം ശ്രമിക്കുന്ന പ്രിയദേശനിവാസികളെ, ആർക്കും തന്നെ സാമ്യപ്പെടുത്തുവാൻ കഴിയാത്ത ഒരു ജീവിതത്തിന്റെ ഉടമസ്ഥനായിരുന്നു കർത്താവായ യേശു ക്രിസ്തു. ആർക്കും തന്നെ ചോദ്യം ചെയ്യുവാൻ കഴിയാത്ത, ആർക്കും തന്നെ പാപമുണ്ടെന്ന് പറയുവാൻ കഴിയാത്ത നിസ്തുല്യമായ ഒരു ജീവിതത്തിന്റെ ഉടമസ്ഥനായിരുന്നു കർത്താവായ യേശു ക്രിസ്തു. അങ്ങനെ ജീവിച്ച ഏതെങ്കിലും ഒരു മനുഷ്യൻ ഈ ഭൂമിയിലുണ്ടോ? ഏതെങ്കിലും മത അധ്യക്ഷന്മാർ ഭൂമിയിലുണ്ടോ? ഏതെങ്കിലും രാഷ്ട്രീയ സാമൂഹ്യ നേതാക്കന്മാർ ഭൂമിയിലുണ്ടോ? തികച്ചും അവരിൽ നിന്നും വ്യത്യസ്തനായ ഒരു ജീവിതമായിരുന്നു കർത്താവായ യേശു ക്രിസ്തുവിന്റേത്. അതുകൊണ്ടാണ് ഞങ്ങൾ പ്രസംഗിക്കുന്ന സുവിശേഷത്തിന് ഇത്രമാത്രം പ്രസക്തിയുള്ളത്. യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യമായ ജീവിതം. 3.5 വർഷം കഴിഞ്ഞപ്പോൾ ഈ ഭൂമിയിലേക്ക് വന്നതിന്റെ ഉദ്ദേശം കർത്താവ് നിവർത്തീകരിക്കുകയാണ്. 2 കള്ളന്മാരുടെ നടുവിൽ 3 ആണികളിന്മേൽ കർത്താവ് തറയ്ക്കപ്പെട്ടു. യേശുവിന്റെ ശരീരം അവർ അടിച്ചു തകർത്തു. 40ഓളം അടികൾ യേശു ശരീരത്തിൽ വഹിക്കുവാൻ വേണ്ടി തുടങ്ങി. ഒരു കൃഷിക്കാരൻ തന്റെ കൃഷിസ്ഥലം ഉരുകിമറിക്കുന്നതുപോലെ യേശുവിന്റെ ശരീരം പടയാളികളും സേവകരും അടങ്ങുന്ന ഒരു സംഘം യേശുവിനെ തകർത്തു കളഞ്ഞു. യേശുവിന്റെ തലയിലേക്ക് ഒരു മുൾക്കിരീടം വെച്ചു. അത് ഉറപ്പിക്കുവാൻ വേണ്ടി അവർ ഒരു കോല് കൊണ്ടടിച്ചു. ശരീരത്തിൽ നിന്ന് രക്തം ഒഴുകുവാൻ വേണ്ടി തുടങ്ങി. ആ രക്തത്തിന്റെ കാഠിന്യം മനസ്സിലാകാതിരിക്കാൻ യേശുവിനിൽ ഒരു രക്താംബര വസ്ത്രം ധരിപ്പിച്ചു. മുഖത്ത് അവർ കാക്കിച്ചു തുപ്പി. തികച്ചും ഒരു അടിമയെ പോലെ യേശുവിനെ അവർ പെരുമാറുവാൻ വേണ്ടി തുടങ്ങി. അവസാനം കാൽവറി മലമുകളിലേക്ക് കർത്താവിനെ കൊണ്ടുപോയി. ഭാരമുള്ള കുരിശുമായി കർത്താവ് നടന്നു നീങ്ങി. ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ കുറ്റവാളികളുടെ നടുവിൽ, 2 പേരുടെ നടുവിൽ യേശുവിനെ ആണിയറ അടിച്ച് അവർ തറച്ചു വെച്ചു. കാൽവറി കുരിശിൽ കിടക്കുമ്പോഴും കർത്താവ് പ്രാർത്ഥിക്കുകയാണ്, പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായ്ക കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ.
അത്രമാത്രം യേശുവിനെ അവർ തകർക്കുവാൻ വേണ്ടി തുടങ്ങി. ഈ ശബ്ദം ശ്രമിക്കുന്ന പ്രിയ ദേശനിവാസികളെ, എന്റെയും നിങ്ങളുടെയും പാപത്തിന് പരിഹാരമായിട്ടാണ് കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത്. ഞാനും നിങ്ങളെ മരിക്കേണ്ട സ്ഥാനത്ത്, ഞാനും നിങ്ങളെ തകർക്കപ്പെടേണ്ട സ്ഥാനത്ത്, എന്റെയും നിങ്ങളുടെയും പാപത്തിന് പരിഹാരമായി കർത്താവായ യേശു ക്രിസ്തു കാൽവറിയിൽ നമുക്ക് വേണ്ടി മരിക്കാൻ വേണ്ടി തുടങ്ങി. ഏതെങ്കിലും ഒരു മതത്തിന് വേണ്ടിയല്ല, ഏതെങ്കിലും ഒരു സംഘടനയ്ക്ക് വേണ്ടിയല്ല, ഏതെങ്കിലും ഒരു സഭയ്ക്ക് വേണ്ടിയല്ല, ഏതെങ്കിലും ഒരു വ്യക്തിക്ക് വേണ്ടിയല്ല. ആദാം തുടങ്ങി സകല മാനവരാശിയുടെയും പാപത്തിന് പരിഹാരമായിട്ടാണ് കർത്താവായ യേശു ക്രിസ്തു അവസാനത്തെ തുള്ളിച്ചോരയിൽ നമുക്ക് വേണ്ടി ഊറ്റി നൽകുവാൻ വേണ്ടി കാരണമായി തീർന്നത്. പ്രിയമുള്ളവരെ, പാപത്തിന്റെ പരിഹാരത്തിന് മറ്റൊരു മാർഗമില്ല. വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു, മറ്റൊരുവരിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൽ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ യേശുക്രിസ്തുവിൻ നാമമല്ലാതെ വേറെ ഒരു നാമവുമില്ല. ഒരേ ഒരു മാർഗം മാത്രമേ ഉള്ളൂ, ഒരേ ഒരു വഴി മാത്രമേ ഉള്ളൂ. അത് കർത്താവായ യേശുക്രിസ്തു മാത്രമാണ്. അതുകൊണ്ടാണ് വിശുദ്ധ വേദപുസ്തകം പറയുന്നത്, യേശു ഈ ഭൂമിയിലായിരുന്നപ്പോൾ അങ്ങനെ വിളിച്ചു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കലെത്തുന്നില്ല. ഒരേ ഒരു വഴി മാത്രമേ ഉള്ളൂ, അത് കർത്താവായ യേശുക്രിസ്തു മാത്രമാണ്. പാപത്തിൽ നിന്ന് രക്ഷ പ്രാപിപ്പാൻ, പാപത്തിൽ നിന്ന് മോക്ഷം പ്രാപിപ്പാൻ, പാപത്തിൽ നിന്ന് മോചനം പ്രാപിപ്പാൻ നേർച്ചകാഴ്ചകൾ കൊണ്ട് കഴിയുകയില്ല, പുണ്യപ്രവർത്തികൾ കൊണ്ട് കഴിയുകയില്ല. അതിൽ നിന്ന് രക്ഷ പ്രാപിപ്പാൻ ഒരേ ഒരു മാർഗം മാത്രമേ ഉള്ളൂ, കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക. യേശു എന്റെ പാപത്തിന് പരിഹാരമായി മരിച്ചു എന്ന് വിശ്വസിക്കുക. 2000-ലധികം വർഷങ്ങൾക്ക് മുമ്പ് എന്നെ രക്ഷിപ്പാൻ വേണ്ടിയാണ് യേശു ഈ ഭൂമിയിലേക്ക് വന്നു എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നു. യേശു എനിക്ക് വേണ്ടിയാണ് ഈ ഭൂമിയിൽ ജീവിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. യേശു എനിക്ക് വേണ്ടിയാണ് കാൽവറിയിൽ മരിച്ചത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധം ശ്രമിക്കുന്ന പ്രിയ ദേശനിവാസികളെ, മറ്റൊരു മാർഗമില്ല, മറ്റൊരു വഴിയില്ല. യേശു മാത്രമാണ് പാപത്തിൽ നിന്ന് മനുഷ്യരെ രക്ഷിക്കാനുള്ള ഏക മാർഗം എന്ന് പറയുന്നത്. നിങ്ങൾ ഇരിക്കുന്ന ഇടത്തിരുന്നു കൊണ്ട്, നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്നുകൊണ്ട് ഇപ്രകാരം വിശ്വസിച്ചാൽ മാത്രം മതി. കർത്താവായ യേശുവേ, എനിക്ക് അങ്ങയെ ആവശ്യമാണ്. ഞാനൊരു പാപിയാണെന്ന് സമ്മതിക്കുന്നു, ഞാൻ തെറ്റിപ്പോയി എന്ന് സമ്മതിക്കുന്നു. എന്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം, എന്റെ ജീവിതത്തിലെ അസമാധാനത്തിന് പരിഹാരം, എന്റെ ജീവിതത്തിലെ സങ്കടങ്ങൾക്ക് പരിഹാരം അങ്ങേക്ക് മാത്രമേ മാറ്റുവാൻ കഴിയുകയുള്ളൂ എന്ന് ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ വിശ്വസിക്കുന്നു. ഈ ശബ്ദം നമ്മുടെ കാതുകളിലെത്തുമ്പോൾ ദൈവം നമ്മളെ സ്നേഹിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. ആ യേശുവിനെ രക്ഷകനും കർത്താവുമായി നമ്മുടെ ഹൃദയത്തിലേക്ക് നമുക്ക് സ്വീകരിച്ചാൽ നമ്മുടെ പ്രശ്നങ്ങൾക്ക് മാറ്റം വരും. തികച്ചും സൗജന്യമാണ്. യാതൊരു വില കൊടുക്കേണ്ട ആവശ്യമില്ല, യാതൊരു പണം മുടക്കേണ്ട ആവശ്യമില്ല. നേർച്ചകളോ കാഴ്ചകളോ ഒന്നും അർപ്പിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഇപ്രകാരം പ്രാർത്ഥിച്ചാൽ മാത്രം മതി, നമ്മൾ ഇപ്രകാരം പറഞ്ഞാൽ മാത്രം മതി. കർത്താവേ, അങ്ങന്റെ ഹൃദയത്തിലേക്ക് കടന്നു വരണമേ, എന്റെ ലംഘനങ്ങളെ ക്ഷമിക്കണമേ, എന്റെ പാപങ്ങളെ ക്ഷമിക്കണമേ, എന്റെ ജീവിതത്തിലെ അസമാധാനം, എന്റെ ജീവിതത്തിലെ അസന്തോഷം അത് തീർച്ചയായും അങ്ങ് മാറ്റിത്തരണമേ എന്ന് ആത്മാർത്ഥമായി ആര് പ്രാർത്ഥിക്കുന്നുവോ നിശ്ചയമായിട്ടും യേശു നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം വരുത്തും. സകല ചോദ്യങ്ങൾക്കും സകല പ്രശ്നങ്ങൾക്കും യേശു മാത്രമാണ് പരിഹാരം എന്നുള്ളത്. ഈ ശബ്ദം ശ്രമിക്കുന്ന പ്രിയമുള്ളവരെ, ഞങ്ങൾ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. ഈ രക്ഷയിലേക്ക്, ഈ മോക്ഷമാർഗത്തിലേക്ക്, ഈ സൗജന്യമായി ലഭിക്കുന്ന ഈ ദൈവിക സന്ദേശത്തിലേക്ക് ഞങ്ങൾ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. കർത്താവ് പറഞ്ഞു, ഞാൻ ജീവന്റെ അപ്പമാകുന്നു, ഞാൻ വെളിച്ചമാകുന്നു. ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന
സത്യവെളിച്ചമാണ് കർത്താവായ യേശുക്രിസ്തു. നിങ്ങളുടെ ജീവിതത്തിൽ ഇരുട്ടിന്റെ അനുഭവത്തിലൂടെയാണോ പോകുന്നത്? അന്ധകാരത്തിലൂടെയാണോ പോകുന്നത്? ജീവിതം മടിച്ചു, എനിക്കിനി ആത്മഹത്യ ചെയ്താൽ മതി, ഞാൻ കടബാധിതനാണ്, എനിക്ക് മുൻപോട്ട് പോകുവാൻ യാതൊരു വഴിയുമില്ല, എന്റെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം വരുത്തുവാൻ കഴിയുന്നില്ല എന്നൊക്കെ നിരാശപ്പെട്ടിരിക്കുന്നവരാണോ? നിരാശപ്പെടേണ്ട. കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷപ്രാപിക്കും. ഈ സുവിശേഷ സന്ദേശത്തിലേക്ക് ഒരിക്കൽ കൂടി ഞങ്ങൾ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. മറ്റൊരുവരിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. കർത്താവായ യേശുവിൽ വിശ്വസിക്കാം, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷപ്രാപിക്കും. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ മുഖാന്തരമില്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. പാപത്തിന്റെ ശമ്പളം മരണമത്രേ, ദൈവത്തിന്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ. നമ്മുടെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ലോകം തരുന്നതുപോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. യേശുക്രിസ്തു പാപികളെ രക്ഷിക്കുന്നു. യേശുക്രിസ്തു രോഗികളെ സൗഖ്യമാക്കുന്നു. യേശുക്രിസ്തു പാപമോചനം നൽകുന്നു. യേശുക്രിസ്തു നിത്യജീവൻ നൽകുന്നു. അവൻ രാജാതി രാജാവായി വേഗം വരും. നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിപ്പോവുക.